മക്കളെ അസ്സലാമു അലൈക്കും. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യന് നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ ഉണ്ടല്ലോ പയേഴ്സ് ഓഫ് ഇക്വേഷൻ സമവാക്യ ജോഡികളിൽ അതിലൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. മിസ് മലയാളത്തിലും ഇംഗ്ലീഷിലും എന്ത് ചെയ്തിട്ടുണ്ട്, ക്വസ്റ്റ്യൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ദ സം ഓഫ് ടു നമ്പേഴ്സ് ഈസ് 26 ആൻഡ് ദയർ ഡിഫറൻസ് ഈസ് 4. വാട്ട് ആർ ദ നമ്പേഴ്സ്? രണ്ട് സംഖ്യകളുടെ തുക 26ഉം വ്യത്യാസം 4ഉമാണ്. സംഖ്യകൾ ഏതൊക്കെയാണെന്ന് ചോദിക്കുന്നത്. അപ്പം നമ്മൾ ഈ ചാപ്റ്ററിൽ നമുക്ക് മെയിനായിട്ട് എന്താണ്, നമ്മൾ രണ്ട് സാധനങ്ങളുടെ വില കണ്ടുപിടിക്കുക, രണ്ട് തിങ്സിൻ്റെ ഒന്നില്ലെങ്കിൽ പ്രൈസ് കണ്ടുപിടിക്കുക, അതിൻ്റെ എത്രയെന്നുള്ളത് നമ്മൾ മെഷർ ചെയ്യലാണ് നമ്മൾ മെയിനായിട്ട് ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. അപ്പം നമ്മൾ രണ്ടാളുകളുണ്ട്. ചില ക്വസ്റ്റ്യൻസിൽ നമുക്ക് എക്സും വൈ ഉണ്ടാവും, ചിലതിൽ നമുക്ക് എക്സ് മാത്രം, എക്സ് വെച്ചിട്ട് തന്നെ നമ്മൾ നെക്സ്റ്റും കണ്ടുപിടിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ് എക്സും വൈ നമുക്ക് അറിയാത്ത കാര്യങ്ങൾക്ക് നമ്മൾ എന്ത് കൊടുക്കുകയാണ്, ഒരു നമ്പർ ഫസ്റ്റ് നമ്പർ എന്തായിട്ട് കൊടുക്കുക, എക്സും സെക്കൻഡ് നമ്പർ എന്ത് കൊടുക്കുക, വൈ ആയിട്ട് എടുക്കുക. എന്നിട്ട് ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞു നോക്കിയൊക്കെ ദ സം ഓഫ് ടു നമ്പേഴ്സ്, രണ്ട് സംഖ്യകളുടെ തുക എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് അഡീഷൻ ആണ് അവിടെ നടക്കുന്നത് അല്ലേ. അപ്പോൾ എക്സും വൈയും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 26. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷനായിട്ട് വരിക കേട്ടോ, ഫസ്റ്റ് സമവാക്യമായിട്ട് വരിക. അതായത് രണ്ട് സംഖ്യകളുണ്ട്, ആ രണ്ട് സംഖ്യകൾ തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സം ഓഫ് ടു നമ്പേഴ്സ്. സം എന്ന് പറഞ്ഞാൽ എന്താണ്, രണ്ട് നമ്പേഴ്സിനെ ആഡ് ചെയ്ത് കിട്ടുന്ന ആൻസറിനെ നമ്മൾ സം എന്ന് പറയും. അതായത് രണ്ട് അക്കങ്ങൾ തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്നത്. അപ്പോൾ എക്സ് പ്ലസ് വൈ സമം 26 എന്ന് കിട്ടി. അതാണ് ഫസ്റ്റ് ഇക്വേഷൻ, ഫസ്റ്റ് സമവാക്യം. ഇനി നമ്മളോട് ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞത്, ആൻഡ് ദയർ ഡിഫറൻസ്, അവരുടെ വ്യത്യാസം, അതായത് ആ രണ്ട് സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം 4 ആണ്. അപ്പോൾ ഇത് സംഖ്യകൾ നമ്മൾ എക്സും വൈ ആയിട്ട് എടുത്തല്ലോ. അപ്പോൾ എന്താ എക്സും വൈയും തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ എപ്പോഴും കാണാം, വ്യത്യാസം നമ്മൾ എപ്പോഴും കാണാം എന്താ മൈനസ് ചെയ്തിട്ടല്ലേ. അപ്പോൾ എക്സ് മൈനസ് വൈ ഈസ് ഈക്വൽ ടു 4. ഇതാണ് രണ്ടാമത്തെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ സമവാക്യം കേട്ടോ. അപ്പോൾ ഇത് രണ്ടെണ്ണം കിട്ടി. നമുക്ക് ഇത് തന്നെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്താ ഒരു 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിൽ അര മാർക്കിനുള്ളത് നമുക്ക് എന്താ ഈ സമവാക്യങ്ങൾ എഴുതിയാൽ തന്നെ നമുക്ക് കിട്ടും. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം, എക്സും വൈയും കണ്ടുപിടിക്കണം. അതിന് നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഇവിടെ രണ്ട് സമവാക്യങ്ങൾ കിട്ടിയില്ലേ, ഇതിൻ്റെ കോഎഫിഷ്യൻ്റ് അതായത് ഗുണോത്തരം നോക്കുക. അതായത് കോഎഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ ഇവിടെ ഉള്ള നമ്പറിനെ നമ്മൾ എന്ത് പറയുക, കോഎഫിഷ്യൻ്റ്. ഇവിടെ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് അതായത് എക്സിൻ്റെ ഗുണോത്തരം എന്ന് പറഞ്ഞാൽ 1 ആണ്. രണ്ടിടത്തും വൈൻ്റെയും എക്സിൻ്റെയും എന്താണ്, എക്സ് എന്ന് പറഞ്ഞാൽ ഒരു എക്സ്, വൈ എന്ന് പറഞ്ഞാൽ ഒരു വൈ, അങ്ങനെയാണ്. അപ്പോൾ ഗുണോത്തരം ഇവിടെ രണ്ടിൻ്റെയും എന്താണ് 1 തന്നെയാണ് കേട്ടോ. ഗുണോത്തരം എന്ന് പറഞ്ഞാൽ എന്താണ്, ഗുണോത്തരം അതായത് കോഎഫിഷ്യൻ്റ് കേട്ടോ. അതെന്താണ് രണ്ടിടത്തും ഒരുപോലെയാണ്. അപ്പോൾ നമുക്ക് നോക്കണം ഇതിൽ ഏതെങ്കിലും ഒന്നിൻ്റെ 0 ആക്കണം. എക്സിൻ്റെയോ വൈൻ്റെയോ കോഎഫിഷ്യൻ്റ് ഗുണോത്തരം എന്താക്കണം, 0 ആക്കണം. 0 ആകണമെങ്കിൽ നമ്മളിവിടെ അഡീഷൻ ആണോ സബ്സ്ട്രാക്ഷൻ, അതായത് കൂട്ടുകയാണോ കുറക്കുകയാണോ ചെയ്യേണ്ടത് നോക്കുക. അപ്പോൾ നമുക്ക് ഈ രണ്ട് ഇക്വേഷൻസ് തമ്മിൽ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടണം, ഒന്നിൻ്റെ വാല്യൂ 0 കിട്ടണം, പിന്നെ മറ്റേ ഒന്ന് 0 ആയിക്കഴിഞ്ഞാൽ 1 0 ആയിക്കഴിഞ്ഞാൽ നമുക്ക് മറ്റേത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളിവിടെ ഏതാണ് നടത്തേണ്ടത് നോക്കാം. അപ്പോൾ നോക്കാം, എക്സും എക്സും തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ എന്താവും, 2x കിട്ടും. പ്ലസ് വൈയും മൈനസ് വൈയും തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ എന്താകും, 0 അല്ലേ. ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവ് ആകുമ്പോൾ 0 വരും. അപ്പോൾ ഇവർ തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മളിവിടെ ചിന്തിക്കാൻ പോണത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, സമവാക്യം 1ഉം 2ഉം തമ്മിൽ കൂട്ടുക. അപ്പോൾ എന്ത് വരും, എക്സ് പ്ലസ് വൈ സമം 26, എക്സ് മൈനസ് വൈ സമം 4. ഈ രണ്ട് സമവാക്യങ്ങൾ തമ്മിൽ എന്ത് ചെയ്യാൻ പോവാണ്, ആഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ എക്സും കൂടെ ആഡ് ചെയ്താൽ 2x, പ്ലസ് വൈയും മൈനസ് വൈയും കൂടെ ആഡ് ചെയ്താൽ 0. ഇനി 26ഉം 4ഉം തമ്മിൽ 26ഉം 4ഉം തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും, 30. അപ്പോൾ എന്ത് കിട്ടി, 2x ഈസ് ഈക്വൽ ടു 30. 2x സമം 30 എന്ന് കിട്ടി. നമുക്ക് ഇനി ഇവിടുന്ന് എക്സ് നമുക്ക് കണ്ടുപിടിക്കണം. എക്സ് സമം എന്ത് വരും, 30 എന്ന് എഴുതും. എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ആണ് ഇവിടെ എന്ത്, ഗുണോത്തരം. അതായത് 2x എന്ന് പറഞ്ഞാൽ അവരുടെ റിലേഷൻ എന്താണ്, 2 × x ആണ്. 2 ഗുണിക്കണം x എന്നാണ്. ഗുണോത്തരം എന്നുള്ള വേരിൽ നിന്ന് നമുക്കറിയാം അവർ തമ്മിലുള്ള എന്താണ്, ഗുണിക്കലാണ്. അപ്പോൾ ഈ ഗുണിക്കണം എന്നുള്ള എക്സ് നമുക്ക് എന്ത് ചെയ്യും, ഇവിടുന്ന് ഒഴിവാക്കണം, നമുക്ക് എക്സ് ആണല്ലോ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഗുണിക്കണം എന്നുള്ള എക്സ് സാമ്പത്തിൻ്റെ അപ്പുറത്ത് പോകുമ്പോൾ എന്താവും, ഹരിക്കണം, ഡിവിഷൻ ആകും. അപ്പോൾ 30നെ 2 കൊണ്ട് ഹരിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, 15. അപ്പോൾ നമുക്ക് എക്സ് കിട്ടി. അപ്പോൾ നമ്മൾ ഓപ്പറേഷൻസ് മെയിൻലി 4 ഓപ്പറേഷൻസ് ഉണ്ട് അല്ലേ, പ്ലസ് മൈനസ് മൾട്ടിപ്ലിക്കേഷൻ
ഡിവിഷൻ. ഇവർ 4 ആളും നമ്മുടെ ഈക്വൽ കടന്ന് അങ്ങോട്ട് പോകുമ്പോൾ എന്താകും? പ്ലസ് മൈനസ് ആകും, മൈനസ് പ്ലസ് ആകും. മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ ആകും, ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ ഇവരാണ് പെയേഴ്സ്. ആരൊക്കെയാണ്? പ്ലസും മൈനസും ഒരു പെയർ, മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും മറ്റൊരു പെയർ കേട്ടോ. അത് ഓർത്തിരിക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എക്സിൻ്റെ വാല്യൂ എക്സ് ഈസ് ഈക്വൽ ടു 15 എന്ന് കിട്ടി. ഇനി നമുക്ക് ഈ എക്സിൻ്റെ വാല്യൂ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? വൈ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കിവിടെ 2 ഇക്വേഷൻസ് ഉണ്ടല്ലോ. ഏതെങ്കിലും ഒരു ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ സമവാക്യം. ഏതെങ്കിലും ഒരു സമവാക്യത്തിൽ നമ്മൾ എന്ത് കൊടുക്കുക? എക്സിൻ്റെ സ്ഥാനത്ത് 15 എന്നുള്ളത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാം, ഏതെടുത്താലും കുഴപ്പമില്ല. അപ്പോൾ മിസ് ഇവിടെ ഫസ്റ്റ് എക്സ് പ്ലസ് വൈ സമം 26. ഇതിൽ നമ്മൾ എന്ത് കൊടുക്കാൻ പോവാണ്? എക്സിൻ്റെ സ്ഥാനത്ത് 15, എക്സിൻ്റെ പ്ലേസിൽ. അപ്പോൾ എക്സ് ഉള്ളോട് നമ്മൾ എന്ത് കൊടുക്കും? 15 എന്ന് കൊടുക്കും. 15 പ്ലസ് വൈ സമം 26. അപ്പോൾ ഇനി നമുക്ക് വൈ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ വൈനെ അവിടെ നിർത്തുക, ഈക്വൽ അതുപോലെ സമവാക്യം സമം അതുപോലെ തന്നെ ഇടുക, ഈ 26നെ അതുപോലെ എഴുതുക. ഇനി ഇവിടെ 15 ഉണ്ട് അല്ലേ, 15 ഉണ്ട്. ഈ 15 എന്ത് ചെയ്യണം? ഈക്വലിൻ്റെ ഇപ്പുറത്ത് കൊണ്ടുവരണം. അപ്പോൾ ഇതിൻ്റെ സൈൻ എന്താണ്? ചിഹ്നം +15 ആണ്. +15 ഈക്വൽ കടന്ന് ഇപ്പുറത്ത് പോകുമ്പോൾ മിസ് ഇവിടെ പറഞ്ഞില്ലേ, പ്ലസ് എന്താകും? മൈനസ് ആകും. അപ്പോൾ -15. അപ്പോൾ എത്ര കിട്ടുക? 26ൽ നിന്ന് 15 കുറച്ച് കഴിഞ്ഞ് നമുക്ക് എത്ര കിട്ടും? 11. അപ്പോൾ വൈ എന്ത് കിട്ടി? 11. അപ്പോൾ y is equal to 11, x is equal to 15. ഇനി നമുക്ക് കിട്ടിയ ആൻസർ കറക്റ്റ് ആണോ നോക്കണം അല്ലേ? നോക്കുക. എങ്ങനെ നോക്കുക? നമ്മൾ ഇക്വേഷനിൽ എന്താ പറഞ്ഞത്? എക്സും വൈയും കൂടെ എക്സ് പ്ലസ് വൈ സമം 26. നോക്കുക, എക്സിൻ്റെ പ്ലേസിൽ നമ്മൾ 15 കൊടുത്തു, പ്ലസ് 11 ഈസ് ഈക്വൽ ടു എത്ര കിട്ടുക? 26. കറക്റ്റായി. ഇനി എക്സ് മൈനസ് വൈ ഈസ് ഈക്വൽ ടു 4. അത് നോക്കുക. 15 മൈനസ് 11 എത്ര വരിക? 4. കറക്റ്റായി. മനസ്സിലായോ? ഓക്കെ.